ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുടെ നെയിം റിപ്പീറ്റ് ആയിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫൈവ് ഓഫ് ഫാൻസ്, Eight of Cups, the Fool, Five of Pentacles, Eight of Swords, Ace of Cups. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന ടവറാണ്. ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം മേ ബി. നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നതായിട്ട് കാണും. ടെമ്പറൻസ്, സിക്സ് ഓഫ് കപ്സ്, Knight of Swords, Five of Cups, Three of Cups. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദി സ്റ്റാർ ആണ്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല രീതിയിലുള്ള വഴക്കുകൾ നടന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കുറ്റബോധമുണ്ടെന്ന് കാണുന്നു. ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ഇടയിൽ കലഹം നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് മറ്റാവശ്യക്കാർ ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ മാത്രം വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല.
ഇവരെ ആഗ്രഹിക്കുന്ന മറ്റു വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകാം. ഇപ്പോഴുള്ള ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം. അത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും കാണുകയില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ ഇടയിൽ കാണുകയില്ല. ചിലപ്പോൾ ഈ ഒരു വഴക്കിന് ശേഷമായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് സെറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുള്ളതായിട്ട് കാണുന്നു. ചെയ്തത് ശരിയായില്ല, ഞാൻ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല, വഴക്ക് ഒഴിവാക്കാമായിരുന്നു, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ലായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകളാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത് മുൻപിൻ ചിന്തിക്കാതെ ആയിരിക്കാം, ഒരാവേശത്തിനായിരിക്കാം പോയിട്ടുള്ളത്. അവരുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഉള്ളത് നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ആ ഒരു ഫ്രീഡം തകർന്നു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഒരു ഫ്രീഡം ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാത്തത് കൊണ്ടാവാം. എന്തായാലും ഈ ഒരു വ്യക്തി നന്നായിട്ട് ഫ്രീഡം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു തോട്ട്സ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വഴക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് അവർക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് കുറ്റബോധമുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ അവരെ പൂർണ്ണമായും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ തോന്നിയിട്ട് നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെട്ട് ഈ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടാകാം. അന്ന് നിങ്ങൾ കുറച്ച് ശാന്തമായിട്ട് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള ഒരു തോട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയതുപോലെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എങ്ങോട്ടേക്കാണോ പോയത് അവിടെ അവർ ട്രാപ്പായി പോയി എന്നുള്ളൊരു അവസ്ഥയാണ് കാണുന്നത്. അതായത് നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ അവർക്ക് അവിടെ ഒട്ടും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യവും മറ്റാരും ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ്. പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അവർ ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആദ്യമേയൊക്കെ അവർ വളരെയധികം സന്തോഷത്തോടെ കൂടിയിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുള്ളത്. പോകെ പോകെ അവർക്ക് മനസ്സിലായി ഈ ഒരു സിറ്റുവേഷൻ അവർക്കൊട്ടും ചേരുന്നതല്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത തരത്തിൽ അവരെ ആകെ കെട്ടിപ്പൂട്ടി നിർത്തിയേക്കുന്ന സിറ്റുവേഷനാണ് എന്നുള്ളത് പിന്നീട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ കലഹം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും ഒരു പരിധി വരെ ഈ ഒരു പേഴ്സൺ 2 സിറ്റുവേഷനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആദ്യമേയൊക്കെ നിങ്ങളെ അറിയിക്കാതെ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ ബന്ധത്തിന് ദോഷം വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് കാര്യങ്ങളെല്ലാം ആ ഒരു വ്യക്തിയുടെ കൈവിട്ട് പോയതാകാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയും നിങ്ങളുടെ ബന്ധം ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ കൂടെ ഇല്ലാത്ത അവരുടെ ലൈഫ് കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തിയാണെങ്കിൽ
അവർ അവിടെ ഹാപ്പി ആണല്ലോ, എൻജോയ് ചെയ്യുകയാണല്ലോ, സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്ത് നടക്കുകയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ അവർ മനസ്സുകൊണ്ട് വളരെയധികം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആരും കൂടെ ഇല്ലാതെ അവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയ ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷന് ശേഷം ഒരിക്കലും ഈ ഒരു വ്യക്തി സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത്. പുറമേ അവർ സന്തോഷത്തോടെ കാണപ്പെടുന്നുണ്ടാകാം, ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിലാണ് കാണുന്നത്. ആരോടും തൻ്റെ സങ്കടങ്ങൾ തുറന്നു പറയാനില്ലാതെ വിഷമിക്കുകയാണ്. അവർ ആ ഒരു സാഹചര്യത്തിൽ പോകുന്നതിന് മുൻപ് ചിന്തിച്ചിട്ടുണ്ടാകാം അവിടെ ഹാപ്പിയായിട്ട് കഴിയാം എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല അവരുടെ ലൈഫിൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം നിങ്ങളോടൊപ്പം മാത്രമേ അവർക്ക് സന്തോഷത്തോടു കൂടിയിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സെപ്പറേഷനിൽ അവർ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു സമയമാണ്. അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ അനുഭവിക്കാൻ മുൻകൂട്ടി വിധി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഇപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ ഏജ് കൂടിയ ഒരു വ്യക്തിയായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തായാലും ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള പഴയകാല മെമ്മറീസ് എല്ലാം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല നല്ല സമയങ്ങൾ, ഓർമ്മകൾ എല്ലാം ആ ഒരു വ്യക്തി ഓർത്തെടുക്കുകയാണ്. ആ മെമ്മറീസ് എല്ലാം ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ അവർക്ക് ദുഃഖവും ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ രാത്രി സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുന്ന സമയം എല്ലാം രാത്രി സമയത്തായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മിസ്സിങ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ആലോചിക്കുന്ന സമയത്ത് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണമെന്നാണ് ചിന്തിക്കുന്നത്. ചുറ്റും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് എത്രയും വേഗം ഒന്ന് ഓടി എത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. എന്തായാലും ഈ ഒരു വ്യക്തി പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു. നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയോ, ഇനിയും പഴയതുപോലെ ഒരിക്കലും ആകാൻ സാധിക്കില്ലേ എന്നൊക്കെയുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ബന്ധം ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് അകന്നു പോയിട്ട് കുറെ അധികം നാളുകളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ പോലും ഒരു ആഘോഷമാക്കി മാറ്റാനാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു കാർഡാണ് സ്റ്റാർ കാർഡ്. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും, ഒരു റിക്കൺസിലിയേഷൻ ഉണ്ടാകും എന്നത് ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാർ കാർഡ് പോലെ അവരുടെ മനസ്സിലെ സ്റ്റാർ നിങ്ങളാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റെന്തിനേക്കാളും ഇപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങളാണ്. എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ സോൾ മെസ്സേജും കൂടെ നോക്കാം. Three of Wands, the Sun, Wheel of Fortune, the World,
എംപ്രസ്, 2 ഓഫ് കപ്സും ഉണ്ട്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. Nine of Cups, Emperor, Five of Swords, Queen of Wands, ഒരു കാർഡോടെ നോക്കാം. Six of Wands. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജാണ് പറയുന്നത്. ഞാൻ ഭാവിയിലേക്ക് വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ്. നീ എന്നെ വളരെയധികം സന്തോഷവാനാക്കുന്നു. നമ്മുടെ ജീവിതം പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. നീ എൻ്റെ ലോകമാണ്. നീ കൂടെ ഇല്ലാതെ ഞാൻ പൂർണ്ണമാകില്ല. നിന്റെ സ്നേഹവും കരുതലും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബന്ധം അത്രയും പവിത്രമായ ഒന്നാണ്. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങൾക്ക് എവിടെ സന്തോഷം അനുഭവപ്പെടുന്നുവോ അതിനോടൊപ്പം ചേരുക. നിങ്ങളുടെ ഈഗോ മാറ്റാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുക. മനസ്സിൽ കൊണ്ട് നടന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും വിള്ളലുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. പ്രശ്നങ്ങൾ ശാന്തമായിട്ട് പരിഹരിക്കുക. ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് വിജയമുണ്ടാകും. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.